A+2 സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ കോളുകൾ അഥവാ സ്പാം കോളുകൾ വരികയോ SMS വരികയോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാതി നൽകാൻ ഉള്ളത് 7 ദിവസത്തിനുള്ളിലാണ്. നേരത്തെ 3 ദിവസം ആയിരുന്നത് ഇപ്പോൾ 7 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടെലികോം കമ്പനിയുടെ സൈറ്റുകൾ വഴിയോ ടെലികോം വകുപ്പിൻ്റെ ചഞ്ചു പോർട്ടൽ വഴിയോ പരാതിപ്പെടാം. ഇതിൻ്റെ വിശദമായ പോർട്ടൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് നോക്കി നിങ്ങൾക്ക് പരാതി നൽകാൻ കഴിയും. sanjarsathi.gov.in/SFA എന്ന് പറയുന്നതാണ് ആ പോർട്ടൽ. നിങ്ങൾക്ക് വ്യക്തമായും അതറിയാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കുന്നതാണ് ഉചിതം. അങ്ങനെ നമ്മൾ 7 ദിവസത്തിനുള്ളിൽ പരാതി നൽകുന്ന പക്ഷം 5 ദിവസത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ടെലികോം കമ്പനി നടപടിയെടുത്തിരിക്കണം എന്നുള്ളതും അത് നമ്മളെ അറിയിക്കുകയും വേണം എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. ഇതിനെ സംബന്ധിച്ച് കർശനമായ നടപടികളിലേക്ക് തന്നെ സർക്കാർ നീങ്ങുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഉയരുന്നത്. അനാവശ്യമായ കോളുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുക, SMS അയയ്ക്കുക, ഇതെല്ലാം തന്നെ വ്യാജമായ രീതിയിൽ ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. സ്പാം തട്ടിപ്പുകൾ ഇതിൻ്റെ കൂടെയുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ തീർച്ചയായും പരാതി കൊടുക്കാൻ മറക്കാതിരിക്കുക. നമുക്ക് വരുന്ന മെസ്സേജുകൾ തിരിച്ചറിയാനുള്ള ഒരു പുതിയ സംവിധാനവും ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അംഗീകൃതമായ ഏതെങ്കിലും വാണിജ്യ സ്ഥാപനത്തിൽ നിന്നുള്ള മെസ്സേജുകളാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാണിജ്യ മെസ്സേജുകളുടെ ഫെഡറുകൾക്ക് ഒടുവിൽ PSTG എന്നിങ്ങനെയുള്ള പേരുകൾ ചേർക്കാറുണ്ട്. ഇവ യഥാക്രമം പ്രൊമോഷണൽ, സർവീസ്, ട്രാൻസാക്ഷണൽ, സർക്കാർ മെസ്സേജുകൾ എന്നിവയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ മെസ്സേജുകളുടെ ആദ്യ ഭാഗത്ത് നിന്ന് തന്നെ കഴിയും എന്നുള്ളതാണ്. മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാതെ തന്നെ ഇത് ഏത് തരം വാണിജ്യ മെസ്സേജാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ സിമ്പൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ പ്രൊമോഷണൽ മെസ്സേജുകൾ അയക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൺസ്യൂമേഴ്സിന് ഓപ്റ്റ് ഔട്ട് സൗകര്യം നൽകാനും നിർദ്ദേശമുണ്ട്. ഓട്ടോമേറ്റഡ് കോളുകൾ നടത്തുകയാണെങ്കിൽ അത് പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ ഇനി കമ്പനികൾക്ക് നൽകാനും കഴിയൂ. ഈ പറയുന്ന തരത്തിലുള്ള ചട്ടങ്ങൾ പാലിക്കാത്ത പക്ഷം കമ്പനികൾ 2 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് പിഴയായി അടയ്ക്കാൻ ഉള്ളത്. ഇപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ് ശക്തമായ നിർദ്ദേശങ്ങളാണ് ബന്ധപ്പെട്ട ടെലികോം കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. ഓരോ ദിവസവും വരുന്ന തട്ടിപ്പുകളുടെ തോത് വർദ്ധിക്കുന്നതനുസരിച്ചിട്ടാണ് ട്രായ് ഇപ്പോൾ ശക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്നവർ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ വളരെ ഗുണപ്രദമാകും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ സ്പാം കോളുകൾ വരികയോ SMS വരികയോ ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ sanjarsathi.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ പരാതിപ്പെടാൻ മറന്നു പോകാതിരിക്കുക.